ശബരിമല സ്വർണ്ണക്കൊളയിൽ ദേവസ്വം ബോർഡ് സംശയ നിഴലിലല്ലെന്ന് ബോർഡ് പ്രസിഡന്റ് PS പ്രശാന്ത്. സ്മാർട്ട് ക്രിയേഷൻസിന് വീണ്ടും സ്വർണം പൂശാൻ ഏൽപ്പിക്കേണ്ടെന്ന് തിരുവാഭരണം കമ്മീഷണർ റിപ്പോർട്ട് എഴുതിയത് സാങ്കേതികമായ പ്രശ്നങ്ങൾ കൊണ്ട് മാത്രമാണ്. മാനദണ്ഡങ്ങൾ ലംഘിച്ചിട്ടില്ല. നഷ്ടപ്പെട്ടതെല്ലാം തിരിച്ചെടുക്കണം. ഏത് അന്വേഷണവും നേരിടാൻ ബോർഡ് തയ്യാറാണെന്നും സർവീസിലുള്ള അസിസ്റ്റന്റ് എഞ്ചിനീയർക്കെതിരായ നടപടിയിൽ തീരുമാനം മറ്റന്നാളെന്നും പ്രശാന്ത് പറഞ്ഞു. ഈ വിഷയവുമായി ബന്ധപ്പെട്ട് 2024 സ്വർണം പൂശുവാൻ വേണ്ടി ഉണ്ണികൃഷ്ണന് കൊടുത്തുവിട്ടില്ലല്ലോ ഞങ്ങൾ. അത് ഈ ഒരു വിഷയം അദ്ദേഹത്തിനുണ്ടായ ഒരു പാകപ്പിഴവാണ്. അതൊരു ക്ലാരിഫിക്കേഷൻ അദ്ദേഹം കൃത്യമായി പിന്നീട് തന്നെ അത് വരുത്തുകയും ദേവസ്വം കമ്മീഷൻ റിപ്പോർട്ട് തരികയും അതനുസരിച്ച് ദേവസ്വം ബോർഡ് തീരുമാനിക്കുകയും ചെയ്തു. എന്തായാലും ഇതുമായി ബന്ധപ്പെട്ട് 2024 ശേഷം കൊണ്ടുപോയതുമായി ബന്ധപ്പെട്ട് എല്ലാ തീരുമാനവും എടുത്തിട്ടുള്ളത് ബോർഡാണ്. കൊടുത്തുവിടണമോ കൊടുത്തുവിടേണ്ടതിന്റെ ഏതൊക്കെ രീതിയിലായിരിക്കണം അതിന്റെ രീതി എന്നുള്ളത് കൃത്യമായ 4 ഉത്തരവുകളാണ് തിരുവാഭരണം കമ്മീഷണർക്ക് ദേവസ്വം ബോർഡിന്റെ ഭാഗത്തുനിന്നുണ്ടായിട്ടുള്ളത്. അത് വേണമെങ്കിൽ നിങ്ങൾക്ക് തരാം, നിങ്ങൾ പരിശോധിച്ച് നോക്കൂ. അതല്ലാതെ സംശയത്തിന്റെ നിഴലിലാണ് എന്നൊരു വാർത്ത കൊടുക്കുമ്പോൾ അതൊരു ശരിയായ നടപടിയല്ലെന്ന് മാത്രമേ ഞാൻ പറഞ്ഞുള്ളൂ. വിവരങ്ങളുമായി സിജോ വിജോണും RB സനൂപുമാണ് ചേരുന്നത്. സിജോ വിജോണിലേക്ക്. സിജോ, ദേവസ്വം ബോർഡിനെ വലിയ പ്രതിസന്ധിയിലാക്കുന്നതാണ് വിജിലൻസിന്റെ റിപ്പോർട്ട്. അന്നത്തെ ഭരണസമിതിക്കെതിരെ, ഭാരവാഹികൾക്കെതിരെ എന്തൊക്കെ കണ്ടെത്തലുകളും പരാമർശങ്ങളുമാണ് വിജിലൻസ് റിപ്പോർട്ടിലുള്ളത്? രണ്ടായിരത്തി 19 ഭരണസമിതിയുടെ ഭാഗത്തുനിന്ന് ഗുരുതരമായ വീഴ്ചയുണ്ടായിട്ടുണ്ട്. ദേവസ്വം ബോർഡിന് വീഴ്ച പറ്റി എന്നുള്ളൊരു കാര്യമാണ് ഈ റിപ്പോർട്ടിൽ വ്യക്തമാക്കുന്നത്. ഈ സ്വർണ്ണപ്പാളികൾ പുറത്തു കൊണ്ടുപോയത് അത് ഒരു ഉദ്യോഗസ്ഥരുടെ താല്പര്യം മാത്രമായി കാണാൻ സാധിക്കത്തില്ല. അതിന് അധികാരികളുടെ നിർദ്ദേശമോ സമ്മർദ്ദമോ ഒക്കെ ഉണ്ടായിട്ടുണ്ടാവാം എന്നുള്ളൊരു കാര്യമാണ് പറയുന്നത്. അതുകൊണ്ട് തന്നെ ഇതിൽ ബോർഡ് അംഗങ്ങളുടെ പങ്കിന്റെ കാര്യത്തിൽ വിശദമായ അന്വേഷണം വേണം, ഇതിൽ തുടർ നടപടി വേണം എന്നുള്ളൊരു റിപ്പോർട്ടാണ് ദേവസ്വം വിജിലൻസ് നൽകിയിരിക്കുന്നത്. ഈ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ 2 കേസുകൾ രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. എന്തായാലും ഇത്രയും ദിവസം ഇങ്ങനെ ബോർഡ് സംശയനിലയിലാണ് എന്നൊക്കെ പറഞ്ഞ വരും പ്രചരണങ്ങളാണ്, തങ്ങളൊന്നും ചെയ്തിട്ടില്ല എന്നുള്ള കാര്യങ്ങളാണ് പറഞ്ഞിരുന്നത്. പക്ഷേ ഈ റിപ്പോർട്ട് വന്നതോടുകൂടി വലിയ രീതിയിലുള്ള സമ്മർദ്ദത്തിലേക്ക് ബോർഡ് അംഗങ്ങൾ പോവുകയാണ്. അതിനുശേഷം നൽകിയ പ്രതികരണങ്ങളിലൊക്കെ ഞങ്ങൾക്ക് വേണ്ട കാര്യങ്ങൾ ഞങ്ങൾ പറഞ്ഞുകൊള്ളാം എന്ന് പറഞ്ഞ് തടി തപ്പുന്ന സമീപനത്തിലേക്ക് പോകുന്ന ഒരു കാര്യമാണ് ഉള്ളത്. എന്തായാലും വളരെ ഗൗരവമുള്ള കാര്യങ്ങളാണ് പുറത്തു വരുന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. അത് ആ റിപ്പോർട്ടിലെ കണ്ടന്റുകൾ വായിച്ചാൽ നമുക്ക് മനസ്സിലാകും. അതോടൊപ്പം തന്നെ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യവുമാണ് ഇതുമായി ബന്ധപ്പെട്ട് കേസ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നതിൽ ബോർഡ് അംഗങ്ങൾ കൂടി പ്രതി ചേർക്കപ്പെട്ടിരിക്കുന്നു എന്നുള്ളത്. 2019 ബോർഡ് അംഗങ്ങളാണ് ഇപ്പോൾ ഇതിൽ പ്രതികളായിരിക്കുന്നത്. പത്മകുമാർ പ്രതിയാവും, അതോടൊപ്പം തന്നെ ശങ്കർദാസ് പ്രതിയാവും, രാഘവൻ പ്രതിയാവും. അങ്ങനെ ഇത്തരത്തിൽ പ്രധാനപ്പെട്ട ആളുകൾ പ്രതിയാവുകയാണ്. അന്നത്തെ ദേവസ്വം കമ്മീഷണർ എന്ന നിലയിൽ വാസു കൂടി പ്രതിയാകുന്ന സാഹചര്യമാണ് നിലനിൽക്കുകയും ചെയ്തത്. ഈ ഇവർക്ക് ഇവിടുന്ന് ഈ സ്വർണ്ണപ്പാളി കൊണ്ടുപോകുന്നതിന് വേണ്ടിയിട്ടുള്ള എല്ലാവിധ സഹായവും ഇവർ ചെയ്തു കൊടുത്തു. ഈ ഗൂഢാലോചനയിൽ പങ്കാളിയായിട്ടുണ്ട് എന്നുള്ള കാര്യങ്ങളാണ് ഈ ഇതിൽ വ്യക്തമാക്കുകയും ചെയ്തിരിക്കുന്നത്. എന്തായാലും അന്വേഷണം മികച്ച രീതിയിൽ തന്നെ മുന്നോട്ട് പോകുന്നു എന്നുള്ള സൂചനകൾ തന്നെ ലഭ്യമാകുകയും ചെയ്യുന്നു. ഞാൻ സിജോയിലേക്ക് വരാം. എന്തോ ഓഡിയോയിൽ എന്തോ ചെറിയ കംപ്ലൈന്റ് ഉണ്ടെന്ന് തോന്നുന്നു, ക്ലിയർ ആവുന്നില്ല. ശരി, RB സനൂപ് കൂടിയുണ്ട്. സനൂപ്, ഇപ്പോൾ പ്രതിക്കൂട്ടിലാകുന്നത് ദേവസ്വം ബോർഡ് തന്നെയാണ്. വലിയ പ്രതിരോധത്തിലും സമ്മർദ്ദത്തിലുമാണ് ദേവസ്വം ബോർഡ് ഉള്ളത്. തങ്ങൾക്ക് യാതൊരു പങ്കുമില്ല എന്ന് ഓരോരോ കാലത്തെ ദേവസ്വം ബോർഡ് പ്രസിഡന്റുമാർ ആണയിട്ട് പറയുന്നുണ്ടെങ്കിലും ഇപ്പോൾ വന്നിട്ടുള്ള ഈ ദേവസ്വം വിജിലൻസിന്റെ റിപ്പോർട്ടിലെ കണ്ടെത്തലുകൾ, അതിലെ പരാമർശങ്ങൾ, ഒപ്പം FIR-ൽ പ്രതി ചേർക്കപ്പെട്ടത്, ഇതൊക്കെ എത്ര വലിയ കുരുക്കാകുന്നു ദേവസ്വം ബോർഡിനെ സംബന്ധിച്ച്? ദിവ്യ, 2019 നടന്ന ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ ഇപ്പോഴത്തെ ബോർഡിനെ എന്തിന് സംശയനിഴലിൽ നിർത്തുന്നു എന്നുള്ള കാര്യമാണ് ഇപ്പോഴത്തെ ബോർഡ് പ്രസിഡന്റായിട്ടുള്ള PS പ്രശാന്ത് ചോദിക്കുന്നത്. കാരണം ഈ 2019 അന്ന് ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ കൈവശമാണ് ഈ പാളികൾ കൊടുത്തുവിട്ടത്. പക്ഷേ ഇത്തവണ ഇതിൽ വീണ്ടും സ്വർണ്ണം പൂശാൻ വേണ്ടി കൊണ്ടുപോകുമ്പോൾ കൃത്യമായിട്ടുള്ള നിലപാട് തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് സ്വീകരിച്ചിരുന്നു. ഒരു കാരണവശാലും ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ കൈവശം ഇത് കൊടുത്തുവിടണ്ട എന്ന് തീരുമാനമെടുത്തത് താൻ തന്നെയാണ് എന്നുള്ള കാര്യം പറയുകയാണ് PS പ്രശാന്ത്. നല്ല കാര്യങ്ങൾ ചെയ്യുമ്പോൾ അത് ഉദ്യോഗസ്ഥർക്കും, ചീത്ത കാര്യങ്ങൾ ചെയ്യുമ്പോൾ അത് ബോർഡിന്റെ മണ്ടയിൽ കൊണ്ടുവെക്കുന്നതാണ് ശരിയായ നിലപാടല്ല. അതുകൊണ്ട് ഈ ബോർഡിനെ സംശയ നിഴലിൽ നിർത്തരുത് എന്നുള്ള കാര്യം അദ്ദേഹം പറയുന്നുണ്ട്. അന്വേഷണം ഇപ്പോൾ നടക്കുകയാണ്. ഈ 6 ആഴ്ചത്തെ സാവകാശം നൽകൂ, അതിനുശേഷം ഇതിന്റെ എല്ലാം സത്യാവസ്ഥ പുറത്തു വരട്ടെ. ഏത് അന്വേഷണത്തിനും ഈ ഇപ്പോഴത്തെ ബോർഡും സഹകരിക്കും. താൻ പ്രതിയാണെങ്കിൽ അതും ഈ പറയുന്ന പോലെ അന്വേഷണ സംഘം കണ്ടെത്തട്ടെ എന്നുള്ള കാര്യമാണ് PS പ്രശാന്ത് ഇപ്പോൾ അല്പസമയം മുമ്പ് മാധ്യമങ്ങളോട് പറഞ്ഞത്. ഈ 2024 ഈ വീണ്ടും
ഈ സ്വർണ്ണ ഭൂഷണിന് വേണ്ടി ഈ സ്മാർട്ട് ക്രിയേഷൻസിനെ ഉണ്ണികൃഷ്ണൻ പോറ്റി ഏൽപ്പിക്കാൻ വേണ്ടി രണ്ടാമതും ഉത്തരവിറക്കുന്നത്. പക്ഷേ അതിൽ അന്ന് തിരുവാഭരണം കമ്മീഷണർ ഒരു എതിർപ്പ് അറിയിച്ചിരുന്നു. കാരണം സ്മാർട്ട് ക്രിയേഷൻസിന് ഇതിന് വേണ്ട വൈദഗ്ധ്യമില്ല എന്നുള്ള കാര്യം. അപ്പൊ അക്കാര്യങ്ങളാണ് ഇന്ന് ഇപ്പോൾ PS പ്രശാന്തിനോട് ചോദിച്ചത്. അതിനാണ് അദ്ദേഹം സാങ്കേതികമായിട്ടുള്ള മറുപടി എന്ന് പറഞ്ഞത്. അതായത് തിരുവാഭരണ കമ്മീഷൻ ഈ റിപ്പോർട്ട് എഴുതിയെങ്കിലും പിന്നീട് അദ്ദേഹം തന്നെ അതിൽ വിശദീകരണം നൽകുകയും ഈ ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ കൈവശം കൊടുത്തുവിടേണ്ട പകരം ഈ സ്മാർട്ട് ക്രിയേഷൻസ് തന്നെ കൊണ്ടുപോയി അത് ഈ പറയുന്ന പോലെ ഉദ്യോഗസ്ഥരുടെ എല്ലാം തന്നെ സാന്നിധ്യത്തിൽ തന്നെ കൊണ്ടുപോയാൽ മതി എന്ന് തീരുമാനിച്ചു. അത് ബോർഡ് കൂടി പറഞ്ഞ ശേഷമാണ് അങ്ങനെ ഒരു തീരുമാനത്തിലേക്ക് എത്തിയത്. ഈ സാങ്കേതികമായിട്ടുള്ള പ്രശ്നങ്ങൾ അത് ഈ തിരുവാഭരണം കമ്മീഷൻ തന്നെ പരിഹരിച്ചു എന്നുള്ള കാര്യമാണ് അദ്ദേഹം വ്യക്തമാക്കുന്നത്. എന്തായാലും ഇപ്പോഴത്തെ ഈ അന്വേഷണം നടക്കട്ടെ. ഈ ബോർഡിന്റെ പ്രവർത്തനങ്ങളെല്ലാം തന്നെ സുതാര്യമാണ്. അത് ആർക്ക് വേണമെങ്കിലും അന്വേഷിക്കാം. നിലവിലിപ്പോൾ 98 മുതലുള്ള കാര്യങ്ങൾ അന്വേഷിക്കുകയല്ലേ. അതുകൊണ്ട് തന്നെ ഇപ്പോഴത്തെ ബോർഡിന്റെ കാര്യങ്ങൾ കൂടി പരിശോധിക്കട്ടെ. ഏത് അന്വേഷണത്തെയും സ്വാഗതം ചെയ്യുന്നു. എല്ലാത്തിനും ഒപ്പം സഹകരിക്കും. അതിനോടൊപ്പം തന്നെ ഈ പറയുന്ന പോലെ ഈ കാലാകാലങ്ങളായി നടന്നിട്ടുള്ള തട്ടിപ്പുകൾ അത് അതിൽ ഈ മൂല്യമുള്ള വസ്തുക്കളൊക്കെ കൊണ്ടുപോയി തിരികെ കൊണ്ടുവന്നത് ഈ പഴയ വസ്തുക്കളൊക്കെ തന്നെയാണെന്നുള്ള സംശയമുണ്ട്. അതുകൊണ്ട് കാലപ്പഴക്കം സംബന്ധിച്ചുള്ള ശാസ്ത്രീയ പരിശോധന അടക്കം ഇപ്പോഴത്തെ അന്വേഷണം പൂർത്തിയായ ശേഷം അക്കാര്യത്തിലൊക്കെ തീരുമാനമെടുക്കാമെന്നാണ് പറയുന്നത്. നിലവിൽ ഇപ്പോൾ പ്രതിപട്ടികയിൽ ഇപ്പോൾ ജോലി ചെയ്യുന്ന മറ്റൊരു ഉദ്യോഗസ്ഥന്റെ പേര് കൂടി വന്നിട്ടുണ്ട്. അത് അസിസ്റ്റന്റ് എഞ്ചിനീയർ ആയിട്ടുള്ള സുനിൽകുമാറിന്റെ പേരാണ്. അദ്ദേഹത്തിനെതിരെ എന്തെങ്കിലും അതിൽ ആരൊക്കെയാണ് പ്രതിപട്ടികയിലുള്ളത്? തന്നെ സസ്പെൻഷനിലായിട്ടുള്ള മുരാരി ബാബു ഉൾപ്പെടെ 9 ഉദ്യോഗസ്ഥർ അന്ന് ഉണ്ടായിരുന്ന 9 ഉദ്യോഗസ്ഥർ ഈ FIR-ലുണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ ആദ്യമേ തന്നെ ഈ പ്രാഥമിക അന്വേഷണ റിപ്പോർട്ട് വന്നപ്പോൾ തന്നെ വിജിലൻസിന്റെ പ്രാഥമിക അന്വേഷണ റിപ്പോർട്ട് വന്നപ്പോൾ തന്നെ അന്ന് ഈ അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസർ എന്ന മുരാരി ബാബുവിനെ, ഇപ്പോൾ അദ്ദേഹം ഡെപ്യൂട്ടി കമ്മീഷണറായിട്ട് ജോലി ചെയ്യണം, അദ്ദേഹത്തിന്റെ ഇപ്പോൾ തന്നെ സസ്പെൻഡ് ചെയ്ത ഒരു നടപടിയിലേക്കാണ് ബോർഡ് കടന്നത്. എന്നാൽ മറ്റൊരു ഉദ്യോഗസ്ഥനായിട്ടുള്ള അസിസ്റ്റന്റ് എഞ്ചിനീയർ സുനിൽകുമാറും ഇപ്പോഴും ജോലിയിൽ തുടരുകയാണ്. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിനെതിരെ നടപടിയെടുക്കണമെന്നുള്ള കാര്യം 14-ാം തീയതി ചേരുന്ന തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് യോഗത്തിൽ ഉണ്ടാവും. അതിനോടൊപ്പം തന്നെ വിരമിച്ച ഉദ്യോഗസ്ഥർക്കെതിരെ ഏതെങ്കിലും തരത്തിൽ ശിക്ഷാ നടപടികൾ സ്വീകരിക്കാൻ ബോർഡിന് കഴിയുമോ എന്നുള്ള കാര്യം കൂടി പരിശോധിക്കും. കാരണം പെൻഷൻ അടക്കം തടയുന്ന രീതിയിലേക്ക് പോകണമെങ്കിൽ അത് വലിയ നിയമക്കുരുക്കിലേക്ക് ചെന്ന് വീഴും. അതുകൊണ്ട് അതെല്ലാം തന്നെ പരിശോധിച്ച ശേഷം നടപടിയിലേക്ക് പോകാമെന്നാണ് PS പ്രശാന്ത് അറിയിച്ചത്. ദിവ്യ. ശരി, സനൂപ് തുടരുക. സിജോ തുടരുന്നുണ്ട്. സിജോ, നമ്മൾ ദേവസ്വം വിജിലൻസ് റിപ്പോർട്ടിനെ കുറിച്ചായിരുന്നു സംസാരിച്ചു വന്നിരുന്നത്. അതിൽ കൃത്യമായി അക്കാലത്തെ ഭരണസമിതിക്കെതിരെ, ദേവസ്വം ബോർഡ് അംഗങ്ങൾക്കെതിരെ, പ്രസിഡന്റിനെതിരെ അവർക്ക് നേരെയൊക്കെ വിരൽ ചൂണ്ടുന്ന തരത്തിൽ പ്രധാനമായി എന്തൊക്കെ പരാമർശങ്ങളും കണ്ടെത്തലുമാണുള്ളത്? ഇത് ഏതെങ്കിലും ഉദ്യോഗസ്ഥരുടെ താല്പര്യപ്രകാരമായി മാത്രം ഇതിനെ കാണാനാവില്ല. ഈ സ്വർണ്ണപ്പാളി കൊണ്ടുപോയത് എന്നാണ് പറയുന്നത്. അങ്ങനെ ഉദ്യോഗസ്ഥർ കൊണ്ടുപോയിട്ടുണ്ടെങ്കിൽ അത് ദേവസ്വം ബോർഡിന്റെ അതിന്റെ അധികാരികളുടെയൊക്കെ വീഴ്ചയാണ്. ഇതിൽ ഉദ്യോഗസ്ഥരുടെ മേലെ എന്തെങ്കിലും തരത്തിലുള്ള നിർദ്ദേശം നൽകുകയോ സമ്മർദ്ദമുണ്ടാക്കുകയോ ചെയ്തിട്ടുണ്ടാകാം എന്നുള്ളൊരു കാര്യമാണ് ഈ റിപ്പോർട്ടിൽ എടുത്തു പറയുകയും ചെയ്യുന്നത്. അതുകൊണ്ട് ഇത് ഉദ്യോഗസ്ഥരെ തലയിൽ മാത്രം കുറ്റം വയ്ക്കാൻ പറ്റത്തില്ല. അതുകൊണ്ട് ഇക്കാര്യത്തിൽ വിശദമായ അന്വേഷണം വേണം. ഇവർക്കെതിരെ തുടർ നടപടി വേണം, കൂടുതൽ അന്വേഷണം വേണം, തുടർ നടപടി വേണം എന്നുള്ളൊരു കാര്യമാണ് ബോർഡ് അംഗങ്ങളുടെ കാര്യത്തിൽ ഈ റിപ്പോർട്ടിൽ എടുത്തു പറയുകയും ചെയ്യുന്നത്. ഈ റിപ്പോർട്ട് ഗൗരവമായി പരിഗണിച്ചുകൊണ്ടാണ് അന്വേഷണ സംഘം FIR രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് 2019 ബോർഡ് അംഗങ്ങളെ, പത്മകുമാർ അടക്കമുള്ള ബോർഡ് പ്രസിഡന്റ് അടക്കമുള്ള ആളുകളെ പ്രതി ചേർത്തുകൊണ്ട് FIR രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. ആ FIR-ൽ പറയുന്ന പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് ഇത്തരത്തിൽ വസ്തുക്കൾ, സ്വർണ്ണപ്പാണികൾ പുറത്തു കൊണ്ടുപോയത് ഇതിൽ ഈ ആളുകളുമായി ബന്ധപ്പെട്ട് ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായി ബന്ധപ്പെട്ട ഗൂഢാലോചന നടത്തിയിട്ടുണ്ട്. ഈ സ്വർണ്ണപ്പാളികൾ പുറത്തു കൊണ്ടുപോയത് ഇവരുടെ അറിവോട് കൂടിയാണ് എന്നുള്ള കാര്യം FIR-ൽ വ്യക്തമാക്കിയിട്ടുണ്ട്. അത്രയും ഗൗരവമായ കണ്ടെത്തലിന്റെ അടിസ്ഥാനത്തിലാണ് വകുപ്പുകൾ പ്രകാരം മോഷണവും വിശ്വാസവഞ്ചന, ഗൂഢാലോചന ഉൾപ്പെടെയുള്ള വകുപ്പുകൾ പ്രകാരം കേസെടുത്തിരിക്കുന്നത്.